ദിനത്തിൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റിനെ ആക്രമിച്ച 3 CPM പ്രവർത്തകരെ പോലീസ് പിടികൂടി. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനെ രാജകുമാരി കജനാപ്പാറയിൽ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ച സംഭവത്തിലാണ് പോലീസിന്റെ നടപടി. CPM ആവണക്കുംചാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബേബി, രാജകുമാരി തളിയച്ചുറയിൽ ഷേബി, ആവണക്കുംചാൽ ലക്ഷം വീട് ഉന്നതിയിലെ അജിത്ത് എന്നിവരെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. LDF പ്രകടന പത്രികയിലെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം LDFന്റെ പ്രകടന പത്രിക കത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് റോയി ചാത്തനാട്ടായിരുന്നു. ഇതിൽ പ്രകോപിതരായിട്ടാണ് CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ഒന്നാം പ്രതി ബേബിയുടെ ജീപ്പിലെത്തിയ സംഘം മദ്യലഹരിയിലായിരുന്നുവെന്ന് മർദ്ദനമേറ്റ റോയി ചാത്തനാട് പറഞ്ഞു. മറ്റത്തി ബാബുസിൻ്റെ ഇളയമാണ് തലയിച്ചർ സേവിങ്ങൾ വന്നിട്ട് ഇനി ഞങ്ങളുടെ പ്രകടന പത്രിക കത്തിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാനിക്ക് ഈ വടിവാളായിട്ടാണ്. അത് 3 അടി നീളമുള്ള വാളമായിട്ടാണ്. ഞാൻ വാളിന് വട്ടം പിടിച്ചപ്പോൾ 2 പേര് കൂടി എൻ്റെ തലയ്ക്കോട്ടും ചങ്കിനോട്ട് ഇടിക്കുകയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റി കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് മറ്റുള്ളവർ 2 പേരുണ്ടായിരുന്നു. അവർ പിടിച്ചു മാറ്റാൻ നോക്കിയവരെ. അതായത് എന്നാൽ ആദ്യത്തെ ആ ഇതിൽ വീണുപോയി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹിഷ്കരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് റോയിയെ കമ്പിവടിയുണ്ട്, വടിവാളുണ്ട്, എല്ലാം വെച്ചിട്ടാണ് ഈ ഉപദ്രവം നടത്തിയിട്ടുള്ളത്. തലയ്ക്ക് പരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുവാനുള്ള ഏർപ്പാട് ഇവര് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. പോളിംഗ് ദിനത്തിൽ രാവിലെ ഇവർ റോയിയെ അന്വേഷിച്ച് രാജകുമാരിയിലെ പോളിംഗ് ബൂത്തിന് സമീപമെത്തിയിരുന്നു. പോളിംഗ് അവസാനിച്ച ശേഷം റോയിയെ ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് തിരക്കിയ ശേഷമാണ് മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയത്. പ്രതി ബേബി റോയിക്ക് നേരെ വടിവാൾ വീശിയെങ്കിലും റോയ് ഒഴിഞ്ഞുമാറി. തുടർന്ന് അജിത്തും ഷേബിയും ചേർന്ന് റോയിയുടെ മുഖത്തിടിക്കുകയും കൊളുത്തുപോലുള്ള ഇരുമ്പിന്റെ ആയുധം കൊണ്ട് റോയിയുടെ തലയിലടിക്കുകയും ചെയ്തെന്നാണ് കേസ്. കേസുമായി ബന്ധപ്പെട്ട വിശദാന്വേഷണം നടത്തുകയാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്.